കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കുന്നത് പരിഗണിക്കാമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും മന്ത്രി വി അബ്ദുറഹ്മാനും ടെലിഫോണിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായിരിക്കുന്നത്. വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിമാർക്ക് സംസ്ഥാനം കത്ത് നൽകിയിരുന്നു. ഹജ്ജ് മന്ത്രിയുമായി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞിട്ടുണ്ട്. ശരത് കെ ശശിയും അഷ്കർ അലി കരിമ്പയും നൽകും വിവരങ്ങൾ. ആദ്യം ശരത്തിലേക്ക്. ശരത്ത്, ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഉറപ്പാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്? മന്ത്രിമാർ നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങൾ എന്താണ്? വിനീത, കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിമാനക്കൂലി നിരക്ക് വർദ്ധിച്ചതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിനിടയിലാണ് ഈ യാത്രാ നിരക്ക് വർധന പരിഹരിക്കുന്നതിന് വേണ്ടി അതിൽ ഇളവ് നൽകുന്ന കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കാം എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിലാണ് ഈ ഉയർന്ന വിമാന കൂലി വിഷയം മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിൽ ഒരു പരിഹാരം കാണണമെന്നായിരുന്നു മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തത്. ഇളവ് നൽകുന്ന കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കാം എന്നായിരുന്നു മന്ത്രിക്ക് നൽകിയ ഉറപ്പ്. ഏതായാലും 1,65,000 രൂപയാണ് ഇപ്പോൾ കരിപ്പൂരിൽ നിന്ന് യാത്രാക്കൂലിയായി ഈടാക്കുന്നത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തോട് പൂർവമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നു. എത്ര രൂപ കുറയ്ക്കും എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി അടക്കം ഈ നിരക്ക് വർധന ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്നോ നാളെയോ ആയി തന്നെ യാത്രാ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഒരു അനുകൂല നിലപാടുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. നേരത്തെ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതേ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര മന്ത്രിയുമായി ടെലിഫോണിലും സംസാരിച്ചത്. ശരി, അഷ്കർ അലി കരിമ്പ കൂടി ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അഷ്കർ, വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ലീഗും കോൺഗ്രസും ഉൾപ്പെടെ ആസൂത്രണം ചെയ്തിരുന്നത്. ഇപ്പോൾ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എങ്കിൽ കൂടിയും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ? വിനിത, ഇപ്പോൾ ചെറുത്ത് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് അത്തരത്തിലുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ളതാണ്. കാരണം അല്പസമയം മുമ്പ് ഡൽഹിയിൽ വെച്ച് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യം, ഇപ്പോഴും തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം മിനിഞ്ഞാന്ന് രാത്രിയോടെയാണ് ഡൽഹിയിലെത്തിയത്. ഇന്നലെ കേന്ദ്രമന്ത്രിമാരെ കാണാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിജയിച്ചില്ല. ഇന്നും അതേ ശ്രമങ്ങളുമായി ഈ സംഘം ഡൽഹിയിൽ തുടരുകയാണ്. ഇതുവരെ ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ റീടെൻഡർ വിളിക്കണമെന്നുള്ള ആവശ്യമൊക്കെയാണ് ഇപ്പോഴും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഹജ്ജ് വകുപ്പ് മന്ത്രിയും ഹജ്ജ് കമ്മിറ്റി രണ്ട് തട്ടിലാവുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. പക്ഷേ ഇനി കുറവുണ്ടാവുകയാണെങ്കിൽ പോലും നേരിയ കുറവ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ തീർത്ഥാടകർക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള ചില സന്ദേശങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ തീർത്ഥാടകരെ പോലും ആശങ്കയിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം. ഇന്ന് അല്പസമയത്തിന് ശേഷം 4:30 കരിപ്പൂരിൽ വെച്ച് യൂത്ത് ലീഗിന്റെ സംഗമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കരിപ്പൂർ ജംഗ്ഷനിൽ വെച്ച് നടക്കും. നാളെ രാവിലെ 10 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ബഹുജന മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നാളെ 10 തന്നെ നടക്കും. അതുമായിട്ടും സംഘാടകർ മുന്നോട്ട് പോവുകയാണ്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ വൈകുന്നേരം 7 മണിക്ക് കരിപ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തീവട്ടിക്കൊള്ള എന്നാണ് ഇപ്പോൾ തീർത്ഥാടകരടക്കം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റ് എയർപോർട്ടുകളിൽ നിന്നും 75,000 മുതൽ 80,000 രൂപയ്ക്ക് വരെ തീർത്ഥാടകർ പോകുമ്പോൾ കരിപ്പൂരിൽ നിന്നും 1,65,000 രൂപ അഥവാ 80,000 രൂപയോളം അധികം നൽകി പോകേണ്ട കരിപ്പൂരിലെ ഹജ്ജ് യാത്രികരുടെ ദുരിതമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവേചനമായി കാണുന്നത്. യാത്രികരെ സംബന്ധിച്ചിടത്തോളം കരിപ്പൂരിൽ നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ